ദേഷ്യപ്പിശാച് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കയറും പിടിക്കും. ചിലപ്പോൾ ദേഷ്യം വന്നു എന്ന് വരാം. അതിനെക്കുറിച്ച് നമ്മൾ അമിത വ്യാകുലപ്പെടേണ്ട. എന്ന് വെച്ചാൽ അത് വെച്ചുകൊണ്ട് സാധനങ്ങൾ വലിച്ചെറിയുക, തല്ലിപ്പൊളിക്കുക, ആക്രമിക്കുക, ഇങ്ങനെയൊക്കെയുള്ള തരത്തിലേക്ക് വരും. ചിലപ്പോൾ ദേഷ്യപ്പെട്ടു എന്ന് വരാം. ആവശ്യമില്ലാത്തതിന് ദേഷ്യപ്പെടരുത്. ഒരു രക്ഷയില്ലാതെ വന്നു കഴിയുമ്പോഴാണ് ചില ദേഷ്യമൊക്കെ കാണിക്കാൻ പറ്റുന്നത്. പക്ഷേ ദേഷ്യം കൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട് എപ്പോഴും ദേഷ്യപ്പെടുന്നതാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് തല്ലുണ്ടാക്കുന്ന പാർട്ടി, ഭാര്യനെ തല്ലുന്ന പാർട്ടി, പിള്ളേരെ ചുമ്മാ കച്ചാമുച്ചാന്ന് തല്ലണ സൈസ്, പിന്നെ കൊച്ചു കിടന്ന് കരഞ്ഞാലും ഒരു തലവില്ലാതെ കൊണ്ട് തല്ലുന്ന തലം. ഇങ്ങനെയൊക്കെയുള്ള തലത്തിൽ നിന്ന് മോചനം നേടണം. ദേഷ്യപ്പിശാചിനെ കർത്താവേ എന്നിൽ നിന്ന് മാറ്റണമേ. ശാന്തമായി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട്, ശാന്തമായി സംസാരിക്കുവാനൊക്കെ ഭാവനം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, നിങ്ങളുടെ ദേഷ്യപ്പിശാചെ നിങ്ങളിൽ നിന്ന് മാറ്റിപ്പോകട്ടെ. ദേഷ്യപ്പിശാചെ നിന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. ദേഷ്യപ്പിശാചെ നിന്നിൽ നിന്ന് അകന്നു പോകട്ടെ. കർത്താവെ, ഈ മകനെ മകളെ രക്ഷിക്കണമേ. അമിതമായ ദേഷ്യത്തിൽ നിന്ന് മോചനം നൽകുവാൻ കർത്താവെ ഇവരെ സഹായിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും, സ്തുതിയായിരിക്കട്ടെ.